ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ സാധാരണ ചെയ്യുന്ന വീഡിയോ ഒന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഇന്നിപ്പം നേരിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടുള്ള വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് കുറേ ആയില്ല ഇങ്ങനെയൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഫ്രണ്ട്സിനെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ ആയിട്ടുണ്ടെങ്കിലും നമ്മൾ കൂടിയിട്ട്. പിന്നെ ഇപ്പം ഓണമല്ലേ, അപ്പോൾ നമ്മൾ ഓണസദ്യയൊക്കെ പ്ലാൻ ചെയ്തതിന് സദ്യ നമ്മൾ ഉണ്ടാക്കിയല്ലോ കേട്ടോ, വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വ്ളോഗാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ 4 ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. 2 പേര് വന്നതാ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഇവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഹോർലിക്സ് ഉണ്ടാക്കി തന്നേനെ. അതിന്റെ കൂടെ നമ്മളിതാ ഓറിയോ ബിസ്ക്കറ്റ് ആണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടമല്ലേ, കുട്ടികളൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ഓറിയോ ബിസ്ക്കറ്റ്. അപ്പം അത് നമുക്ക് പൊട്ടിച്ചിട്ട് പാത്രത്തിലേക്ക് കൊടുക്കാം. എല്ലാവരും ഫേവറേറ്റ് ആവും ഓറിയോ ബിസ്ക്കറ്റ്. അപ്പം ഞാനതിങ്ങനെ റെഡിയാക്കിയിട്ട് നമുക്ക് അമ്മീനക്കും എന്നെക്കും കൊടുക്കാം. വേറെ 2 ആൾക്കാർ വന്നെന്ന് തോന്നുന്നുണ്ട്, പുറത്തുനിന്ന് വിളി കേൾക്കുന്നുണ്ട്. പോയി നോക്കട്ടെ. നമ്മളെന്തായാലും ടിപ്പ് ചെയ്യണം. അങ്ങനെ എന്നാണ്ടി തിന്ന ഞാന് സദ്യ ഓർഡർ ചെയ്തേ. പായസം ഉണ്ട്, ബാക്കിയെല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സ്ട്രാ എന്തെങ്കിലും നമുക്കിപ്പോ എന്തെങ്കിലും ഉണ്ടാക്കാം. കൊറേ ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ട്. നമ്മൾ സദ്യ പറഞ്ഞോണ്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം. ഓരോ വെച്ച് എല്ലാവർക്കും പിന്നെ ഓരോ സദ്യക്ക് ഉപ്പേരില്ല, പായസം പായസമില്ല, ഓറിയോ പായസം പുഡിങ് ഞാൻ ഉണ്ടാക്കിയാണ് ഓറിയോ ഉണ്ട്. അപ്പൊ പുഡിങ് ഉണ്ടാക്കാം. പുഡിങ്ങിന് അവിടെ പാലുണ്ട്, പിന്നെ കണ്ടൻസ് മിൽക്ക് ഉണ്ട്, ഓറിയോ ഉണ്ട്. വേറൊന്നുമില്ല. ഞാൻ കൊറേ ആയില്ല പഞ്ചസാര ഉണ്ടോ? അതൊക്കെ ഉണ്ട്, അതെല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ വെച്ചിട്ട് മുമ്പിൽ വരെ പുഡിങ് ക്രഷ് ചെയ്തിട്ടാണോ? ആ ക്രഷ് ചെയ്തിട്ടാക്കാം. ഓ പിന്നെ നമുക്കൊരു അരമണിക്കൂർ സദ്യപ്പത്തും അതൊക്കെ ഒന്ന് അവിടെ വെക്കേ. നമുക്ക് ഫസ്റ്റ് ആയിക്കോട്ടെ, ശരി. അപ്പൊ നമ്മള് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പൊ നമ്മള് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് സാധനങ്ങളൊക്കെ റെഡിയാക്കിയാണ്. ഓറിയോ ഉണ്ട്, പിന്നെ കോൺഫ്ലോർ ഉണ്ട്, പാല്, കണ്ടൻസ് മിൽക്ക്. അത് കുത്തി പൊട്ടിച്ചോ. ഓക്കെ, അവിടെ വെച്ചിട്ട് കുത്തി പൊട്ടിച്ചോ. അപ്പൊ നമ്മള് ബാക്കിയുള്ള ചെയ്യാം. ഇത് അത്രയും സിമ്പിളായിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ ഞാൻ സോസ് പാനിലേക്ക് ആദ്യം പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ പാല് ഞാൻ ഒരു പാക്കറ്റ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മളൊരു കുഞ്ഞു പാത്രത്തിൽ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കണേ. പൊട്ടി തെറിച്ചാലോ? പൊട്ടി തെറിക്കൊന്നുമില്ല. പിന്നെ ഞാൻ കുറച്ച് മൈദപ്പൊടിയിലേക്ക് ഇത്തിരി പാലും കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. ഒരു സ്ലറി പോലെ ആക്കിയെടുക്കുകയാണ്. മൈദപ്പൊടിക്ക് പകരം നമുക്ക് കോൺഫ്ലോറും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് എടുത്തിട്ട്. ഇതിൽ ഞാൻ മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. വെറും കണ്ടൻസ് മിൽക്ക് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു ടിന്നിൻ്റെ പകുതിയോളം ഒഴിച്ചിട്ടുണ്ട്. ഒരു വലിയ ടിന്നിന് വാങ്ങിച്ചിട്ടുണ്ടായത്, അതിൻ്റെ പകുതിയോളം ഞാനിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു. ഞാൻ ആദ്യം പകുതി കണ്ടൻസ് മിൽക്ക് ഒഴിച്ചിട്ട് നോക്കിയിട്ടോ. അപ്പോൾ കുറച്ചും കൂടെ മധുരം വേണ്ടിയുള്ളതുകൊണ്ട് ഫുൾ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള മൈദപ്പൊടിൻ്റെ സ്ലറി ഉണ്ടല്ലോ, അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കൈ എടുക്കാതെ ഇളക്കണേ, അല്ലാന്നുണ്ടെങ്കിൽ കട്ട കെട്ടും. ലെയർ ചെയ്യും. ഇതിപ്പം എന്നെ പൊടിച്ച് വെച്ചിട്ടുള്ള ഓറിയോ ബിസ്ക്കറ്റ് അമ്മീനെ പാത്രത്തിലിട്ടിട്ട് ലെയർ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ബേസായിട്ട് നമ്മൾ ഈ ഓറിയോ ക്രഷ് ചെയ്തിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അത് സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയമായപ്പോക്കിനും എൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സും കൂടെ എത്തിയിട്ടുണ്ട്.
അവിടെ പോയി ഇറങ്ങി ഇവിടെ നിന്ന് ഇറങ്ങി പക്ഷെ അങ്ങോട്ട് ഓര് വന്നപ്പോൾ ഞാൻ പുഡിങ്ങിൻ്റെ പണിയിലായതുകൊണ്ട് അങ്ങോട്ട് പോയിട്ടില്ലേനു കേട്ടോ. ഒരു നേരെ കിച്ചണിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഒരു ക്രഷ് ചെയ്തിട്ടുള്ള ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ മേലക്കായിട്ട് ഞാൻ ഈ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു പാലിൻ്റെയും കണ്ടൻസ് മിൽക്കിൻ്റെയും മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. മൈദപ്പൊടി ഇന്നിങ്ങനെ കട്ടിയായിട്ട് വരും കേട്ടോ. അപ്പം അത് ഇതിൻ്റെ മേലക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക. കോൺഫ്ലോർ ആണെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ നല്ല തിക്കായിട്ട് വരും. ഇനി ഞാൻ ഇതിൻ്റെ മേലായിട്ട് ഓരിയോ ബിസ്ക്കറ്റ്സ് ഇങ്ങനെ പകുതി ആക്കിയിട്ട് അത് വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഒരു സിമ്പിൾ ഡെക്കറേഷനാണ്. മൂന്നെണ്ണം ഓരോരോ വരിയിലായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഇതെടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പം ചൂടൊന്ന് ആറിയതിന് ശേഷമാണ് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നത്. നല്ല ചൂടോടെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പാടില്ല. ഞാൻ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രീസറിലേക്കാണ് വെച്ചത്. പിന്നെ ഞാൻ എൻ്റെ ലാസ്റ്റ് വന്നിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ഓരോ രണ്ടുപേരും കണ്ടിട്ട് ഏകദേശം ഒരു 3 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. ഞാൻ ഡിഗ്രി കഴിയുന്ന സമയത്താണ് ഇവരെ ലാസ്റ്റായിട്ട് കണ്ടത്. പിന്നെ അതിന് ശേഷം ഇന്നാണ് കേട്ടോ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവർ മോൻക്ക് വേണ്ടിയിട്ട് ഡ്രസ്സും പിന്നെ ഷൂസും അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, ഭയങ്കര ഒച്ചയും വിളിയാണ് കേട്ടോ. അപ്പോൾ മോന് ഉമ്മൻ്റെ അടുത്താണ്, ഉമ്മൻ്റെ കൂടെ ഓനിങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ സദ്യ എത്തിയാണ് കേട്ടോ. ഇനി സദ്യ വിളമ്പാനായിട്ട് പോവാണ്. ഇത് വളമ്പുന്നതിന് ഓരോ രീതി ഉണ്ട്. രസം കറിഞ്ഞൊന്നുമില്ലല്ലോ ഇടാന്. വെറും വെജ് ഐറ്റംസ് മാത്രമായിട്ട് കുട്ടികൾക്കൊന്നും വലിയൊരു താല്പര്യമില്ലേന് കേട്ടോ. അപ്പോൾ നമ്മളൊരു നോൺ വെജ് ഐറ്റം കൂടെ വാങ്ങിയിട്ടുണ്ട്. ഇനി ഇതാ എല്ലാവരും കൂടി ഇരുന്നിട്ട് സദ്യ കഴിക്കുകയാണ്. നല്ല ടേസ്റ്റുള്ള സദ്യയാണ് കേട്ടോ. നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങട്ടോ. അതിനും കൂടി ഒരു നേരമല്ലേ. അപ്പം ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പം ഓറിയോന്റെ പുഡിംഗ് ഉണ്ടാക്കിയല്ലോ, അത് നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിന്റെ ടേസ്റ്റ് നോക്കാം. ആദ്യം എന്നെ മുറിച്ചും നല്ല ക്രീമി ആയില്ലേ? പറയും. ക്രീമി മാത്രല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ. യമ്മിയാണില്ലേ? അതെ. ഇനി അത് കഴിച്ചു നോക്കാം നമുക്ക്. അപ്പൊ എന്നെ പുഡിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓൾ തന്നെയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോണത്. ബിക്കോസ് ഞാനാണ് അത് മെയിൻ ആയിട്ട് ഫ്രൈ ഉണ്ടാക്കിയത്. ആയിക്കോട്ടെ, നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. പറയില്ല, ഉപ്പുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള പുഡിങ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോ അപ്പൊ ഇങ്ങളും ഓരോ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഡിഷസ് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിന്റെ ഫീഡ്ബാക്ക് ഞാൻ താഴെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ വന്ന് ഷെയർ ചെയ്യുക. നല്ല എക്സൈറ്റിംഗ് റിവാർഡ്സ് ആണ് കിട്ടാൻ പോണത്. ഒരാൾ ഇവിടെ തീറ്റി നിർത്തിയിട്ടില്ല. അപ്പൊ എല്ലാവർക്കും എന്റെയും എന്റെ ഫ്രണ്ട്സിന്റെയും വക ഹാപ്പി ഓണം. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടെ സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് ഇപ്പം എല്ലാവരും തിരിച്ച് പോവാണ് കേട്ടോ. അപ്പം നല്ല രസേനു ഓരോ വെച്ചിട്ട് പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പം നല്ല അടിപൊളിയായിട്ടുണ്ടേനി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്